ഹലോ ഗൈസ്, ഞാൻ വീണ്ടും ഡെയിലി വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഞാനിങ്ങനെ മുടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തല്ലണം. കുറച്ച് മടിയുണ്ട് എനിക്ക്, അത് മാറ്റാൻ ഞാൻ ശ്രമിക്കാം. സോ ഇന്ന് പറയാനുള്ളത്, ഇന്ന് എനിക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോകണമായിരുന്നു. സോ അമ്മയുടെ കൂടെ ഞാൻ പോയി. ആദ്യമായിട്ടായിരുന്നു ഞാൻ തൃശ്ശൂരേക്ക് പോകുന്നത്. ഞാൻ തൃശ്ശൂർ കണ്ടിട്ടേ ഇല്ല. സ്ഥലമൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ യാത്ര എൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒന്നായിരിക്കാം, ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. സത്യസന്ധമായി പറയാനാണെങ്കിൽ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും വളരെ പോസിറ്റീവായി എടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചാലും ഞാൻ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട്. ആ ഒരു സ്വഭാവം കാരണം ഇന്നേ വരെ എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എപ്പോഴും പോസിറ്റീവാണ്. ഇന്നത്തെ ഈ യാത്രയിലും പല കാര്യങ്ങളും ഞാൻ പഠിച്ചു, പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. അത് ഉറപ്പായും എൻ്റെ ലൈഫിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ തൃശ്ശൂരൊക്കെ പോയി തിരിച്ചു വന്ന വഴി പുതിയ കുറച്ച് അതിഥികളെ വാങ്ങിച്ചു. അതിഥി എന്ന് പറയാൻ പറ്റില്ല, ഇവരിനി എൻ്റെ മക്കളാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഞാൻ നേരത്തെ ജയാമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു ആമ്പലിന്റെ തൈയൊക്കെ എടുത്തത്. അത് അത്യാവശ്യം നന്നായി കിളിച്ചു, നല്ലപോലെ ഇലകളൊക്കെ വന്നു. ആ ആമ്പൽക്കുളത്തിലോട്ട് എൻ്റെ പുതിയ മക്കളെ ഞാൻ ഇറക്കി വിട്ടു. ആക്ച്വലി ഞാനും ആമ്പൽക്കുളവും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. എന്ന് ആദ്യത്തെ പൂ തരുന്നോ അന്ന് മീൻ കുഞ്ഞുങ്ങളെ തരാമെന്ന്. പക്ഷേ ആമ്പൽക്കുളത്തിനകത്ത് ഒരുപാട് കൂത്താടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് മീനെ വാങ്ങിച്ചിട്ടു. പിന്നീട് കുറച്ച് വെണ്ടയ്ക്കൊക്കെ പറിച്ചു. ഒരുപാടൊന്നും കിട്ടിയില്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. തൃശ്ശൂർ സ്പെഷ്യൽ ചീനി കഴിച്ചു. പിന്നെ എൻ്റെ മക്കൾക്ക് ചോറ് കൊടുത്തു. പിന്നീട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു, കുറെ റിസർച്ച് ഒക്കെ ചെയ്ത് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കി. വീട്ടിലെ കംപ്ലീറ്റ് ആഹാര രീതി മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. കഴിക്കുന്ന ആഹാരത്തിന് വേണ്ടി പ്ലാൻ ഉണ്ടാക്കണോ എന്ന് വിവരമുള്ളവർ ചോദിക്കില്ല, നിങ്ങൾ ചോദിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഞാൻ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്തു പോയി കിടന്നുറങ്ങി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ലോങ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ.